നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ FC ബാഴ്സലോണയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. കാരണം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കണം, വേൾഡ് കപ്പിൽ ജർമ്മനിയുടെ ഫസ്റ്റ് GK ആവണം. അതിന് പക്ഷേ ബാഴ്സയുടെ ബെഞ്ചിലിരുന്നാൽ സാധ്യത കുറവാണ്. അതുകൊണ്ട് പ്ലേയിങ് ടൈം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ബാഴ്സലോണ വിട്ട് അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാൻ നോക്കുന്നു. അതിനായിട്ടൊരു ലാലിഗ ക്ലബ്ബ് രംഗത്തുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജെറാർഡോ റൊമേറോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കേറെ വിശ്വാസമുള്ള ഫബ്രിസിയോ റൊമാനോയും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ബാഴ്സയിൽ വന്ന് ഒരു 12 കാലം അവിടെ ചിലവഴിച്ചയാളാണ് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ. പക്ഷേ പരിക്കും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ വലച്ചു. ഇപ്പോൾ ജോയൻ ഗാർഷിയാണ് അവിടുത്തെ നമ്പർ 1 ഗോൾ കീപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഴ്സയിൽ ബെഞ്ചിലിരിക്കേണ്ടി വരും. മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട്, ജിറോണ വിൽ ഡു എവറിത്തിങ് പോസിബിൾ ടു സൈൻ ടെർ സ്റ്റെഗൻ ഓൺ എ 6 month ലോൺ. 6 മാസക്കാലത്തെ ലോണിന്, അതായത് ഈ സീസൺ അവസാനിക്കുന്നവരെ ടെർ സ്റ്റെഗനെ സ്വന്തമാക്കാനായിട്ട് ജിറോണ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട്. കൂടാതെ ജെറാർഡോ റൊമേറോയെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ജിറോണയുടെ മാനേജർ മൈക്കൽ പറയുന്നത് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ ഡീലിനെ കുറിച്ച്, തീർച്ചയായിട്ടും ടെർ സ്റ്റെഗൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനൊരു ടോപ്പ് GK ആണ്. എല്ലാ ക്ലബ്ബും അവരുടെ ടീമിൽ ടെർ സ്റ്റെഗൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ ഞങ്ങൾക്ക് അവൻ ഉണ്ടാവണമെന്ന് താല്പര്യമുണ്ട് എന്ന് ജിറോണ മാനേജർ ഇപ്പോൾ തുറന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ താരത്തിനായിട്ടുള്ള നീക്കങ്ങൾ സജീവമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ ടെർ സ്റ്റെഗൻ ബാഴ്സ വിടാൻ നല്ല സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.